കാർത്തു ഇത് അമ്മയുടെ കൊടുക്ക. ഞാൻ പാടത്തുനിന്ന് പോയി വന്നിട്ട് അക്കരെ പോയി പഞ്ചസാരയും ചായപ്പൊടി ഇത്തിരി പുകലയും മേടിച്ചോണ്ട് വരാം. ഹതവിധിലെ സീതാനാം ഈ വിചിത്രോ വിഭാഗഃ. ആരാതാ? ചാക്കോ മാപ്പിളി അമ്മേ. ചാക്കോ മാപ്പിളി കൊന്നപ്പത്തിലുമ എങ്ങോട്ടാ? ആ പാക്കറിന്റെ വൈപ്പ് എവിടെ നാണിയമ്മേ? പാക്കറിന്റെ വൈപ്പേൽ ചാക്കോ മാപ്പിളക്ക് എന്നാ കാര്യം? ഈ പത്തലൊന്ന് കുത്താനാ. ഞങ്ങള് വെള്ളം കോരാനും കുളിക്കാനും പുല്ലാന്തറ യാത്രയ്ക്ക് പോണ വഴിയാ. അവിടെ ചാക്കോ മാപ്പിളക്ക് എന്നാ കാര്യം? ചാക്കോ മാപ്പിള വേറെ വല്ല പണി നോക്ക്. അത് പറയാൻ നിങ്ങളാരാ? നിങ്ങൾ പുഴയിൽ പോണതും വെള്ളം കുടിക്കുന്നതും കുളിക്കാൻ പോണതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3 ചക്രത്തിന് പാക്കർദാരുടെ കയ്യിൽ നിന്ന് പണയത്തിനെടുത്താണെങ്കിൽ അവിടെ പത്തൽ കുത്താൻ ചാക്കോയ്ക്കറിയാം. പത്തൽ കുത്താൻ വന്നാണെങ്കിൽ ചാക്കോ കുത്തിയിട്ടേ പോകുള്ളൂ. നേരാണോ ചാക്കോ മാപ്പിളെ? അവൻ കാളവലിന്ന് വരട്ടെ. ചാക്കോ മാപ്പിള വീട്ടിൽ പോ. നിങ്ങൾ ഞങ്ങളെ പാട് നോക്കുകയല്ലേ? ചാക്കോ മാപ്പിള കുത്താൻ വന്ന കുത്തിയിട്ടേ പോകുള്ളൂ. ഇങ്ങോട്ട് വാടി. ഒരു സങ്കടം ഉറപ്പിക്കാനുണ്ട്. ആ ചാക്കോ മാപ്പിള അടിയങ്ങടെ കുടിവെള്ളം പൊട്ടിച്ച് അവൻ ആ വൈപ്പടുത്ത് വേര് കെട്ടുവാടി. ഞങ്ങൾ ഇനി എങ്ങനെയാ പച്ചവെള്ളം കുടിക്കണ വല്യമ്പ്രാനെ? അയ്യപ്പാ, ഓ ആ ചാക്കട് ഇങ്ങോട്ട് വരാൻ പറയാ. അടിയൻ ഇവിടുന്ന് വരാൻ പറഞ്ഞു. നിനക്ക് ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയൂ? അപ്പന്റെ സംബന്ധക്കാരാണ് ഇവര്. ഇവരുടെ പുഴയിലേക്കുള്ള വഴി അടയ്ക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ആ പാക്കറ നായര് 3 ചക്രത്തിന് അടിയന് പണയത്തിന് തന്നുകൊണ്ടാണേ. ഇല്ലത്ത് നിന്ന് മാസം ഇവന് 2 നാഴി നെല്ല് വീതം പത്തായിപ്പുറയിൽ നിന്ന് വാങ്ങി പണയം ഒഴിമുറി വെച്ച് കൊടുക്കുക. അത് തീരുന്നത് വരെ അവന് ഈ കന്നുകാലി കൂട്ടുന്ന കൂലി നാം കൊടുക്കില്ല. നാണി പൊയ്ക്കൊള്ളുക. വെല്ലുമ്പിളാനൊരു കാര്യം അറിഞ്ഞ ഞാനെന്റെ ഇളയ ചെക്കനെ കോളേജിൽ വിട്ടിരിക്കുക. ആഹാ, നല്ല കാര്യം. അയാൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നല്ല വലിയ ആളായി വരട്ടെ. കാര്യം ശരിയാ. ഇമ്മിണി ചക്രം വേണ്ടി വരും. ഇന്ന് ഈ ഭൂലോകത്തിന്റെ പടം മേടിക്കാൻ 200 ചക്രം വേണം. അതെന്ത് കണക്കാ 200 ചക്രം? പിന്നല്ലാണ്ട് ഇത്രയുള്ള അമർക്കളം മേടിക്കണമെങ്കിൽ എന്തേരം ചക്രം വേണം? പിന്നെ ഇത്രയുള്ള ഭൂലോകത്തിന്റെ പടം മേടിക്കാൻ 200 ചക്രം കൊടുത്തതിൽ എന്താ അതിശയം? ശരിയാ. ഇന്നലെ മനക്കലെ സ്ഥലം മേടിക്കാൻ വന്ന മാത്തന്റെ അളിയന്മാരാ അല്ലേ? വെല്ലുമ്പിളാൻ എങ്ങനെ അറിഞ്ഞേ? തമ്പുരാനോട് പറയല്ലേ. എന്റെ പേര് ചോദിച്ചാ വെല്ലുമ്പിളാൻ എനിക്ക് തരുവോ? അതുകൊണ്ടാ എന്റെ അളിയന്മാരെ കൊണ്ട് എന്റെ പേര് മേടിപ്പിച്ചത്. പേക്കാരന്മാരുടെ ആധാരം വായിക്കരുതെന്ന് പറഞ്ഞ് 2 ചക്രവും കൊടുത്തായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. ആ സ്ഥലത്ത് എന്തെങ്കിലും നടണം. നമുക്ക് 10 വാഴ വെച്ചാലോ തമ്പ്ര? അതൊന്നും വേണ്ട. കുറച്ച് തെങ്ങ് വെച്ചാലോ? വേണ്ട, അതൊന്നും ശരിയാവില്ല. കുറച്ച് അടയ്ക്കാമരം വെച്ചാലോ തമ്പ്ര? അതോ ജാതി വെക്കണോ? വേണ്ട, ഒന്നും വേണ്ട. എന്താ മാത്താ, ഇന്നലെ അളിയന്മാരെ കൂട്ടി പാടം നോക്കണുണ്ടല്ലോ. അപ്പൊ തമ്പ്രാനൊന്നും അറിഞ്ഞില്ലേ? മനക്ക് കല്യാണം ഉണ്ടെന്ന്. ഓ, അപ്പൊ പാടത്തിനൊക്കെ നല്ല വിലയുണ്ട്. എവിടുന്ന് തമ്പ്ര? വെല്ലുമ്പ്രാൻ ഒരു കാര്യം പറഞ്ഞപ്പോ
അടിയനത് അളിയന്മാരെ കൊണ്ട് കാണിച്ചു. ഓ ഓ ഓ എന്നാ പോട്ടെ. ഓ ശങ്കര, നീ അറിഞ്ഞോ? കേറാൻ ഇന്നലെ നിന്റെ അച്ഛന്റെ വീട്ടിലുള്ള കണ്ടങ്ങളൊക്കെ വിൽപ്പന നടത്തിയത്രേ. മാത്തന്റെ ആൾക്കാരാ വാങ്ങിയത്രേ. നിങ്ങൾ അവകാശപ്പെടാതിരിക്കാനാ കുഞ്ഞേട്ടന്റെ സ്ഥലം തന്നെ വിൽപ്പന നടത്തിയത്. ഹാ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തമ്പ്ര? ഞാൻ നോക്കട്ടെ ശങ്കര. എനിക്ക് 3 ഏട്ടന്മാരാണല്ലോ. എല്ലാവരും അപ്പന്മാരായി ജനിച്ചുപോയി. അതുകൊണ്ട് അടിമകളായി ജീവിക്കാമെന്നാ? നീ കൂട്ടുകാരെ കൂട്ടി ഇല്ലത്തേക്ക് വാ. നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഓമ്പ്ര